അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിർസത്തു ചങ്ങായിമാർ, ഇന്റെ മഗ്‌രിബോട് കൂടെ വേണ്ടത് ശ്രേഷ്ഠമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള അറഫ നാളായിട്ടിക്കടെ. ഈ അറഫ നാൾ ഈ ഒരു ചെറിയ സൂറത്തും ദിക്റും ചൊന്നിട്ട് പടച്ച റബ്ബിടയിൽ നിങ്ങൾ എന്തൊരു കേട്ടെങ്കിലും ദുആർന്നേനെ കണ്ടെങ്കിൽ അപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടായിട്ടിക്കടെ. അപ്പോൾ ഏതിട്ട് അത് നിങ്ങൾ നോക്കുക. ഇണ്ട് നിങ്ങൾ ഉള്ളത് പരിശുദ്ധമായിട്ടുള്ള ദുൽഹിജ്ജ 8 യൗമു തർവിയ ചൊല്ലണിക്കത്തെ നാളായിട്ടിക്കടെ. മക്കത്തുൽ എനിക്കത്തെ നിങ്ങളെ ഹാജിമാർക്ക് ഇണ്ട് അറഫ ആയിട്ടിക്കടെ. എന്തുകൊണ്ടായിട്ടിക്കടെ ഈ ദുൽഹിജ്ജ 8 യൗമു തർവിയ ചൊല്ല എനിക്ക് എത്ര പേര് പറകില്ല. കാരണം മഹാന്മാർ ചുമ്മ കാണുക വിവരിക്കരുത് കാണ്ട് അതിൽ ഒന്നാമതായിട്ട് അങ്ങ് ചൊല്ലത് മഹാനായിട്ടുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഹജ്ജയും ചൊല്ലത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിയ ഓർമ്മയും സ്മരണയുമായിട്ടിക്കടെ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പടച്ച റബ്ബ് പല രൂപത്തിലായിട്ടിക്കടെ പരീക്ഷിച്ചത്. എല്ലാ പരീക്ഷയിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചിട്ടാകുക പടച്ച റബ്ബ് ഒരു പേര് കൊടുത്ത ഒരു സ്ഥാനം കൊടുത്തെന്തത് ഖലീലുല്ലാ, അള്ളാഹുടെ ചങ്ങായം ചൊല്ലണിക്കത്തെ ആ ഒരു വലിയ സ്ഥാനമായിട്ടിക്കടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടിയത്. ആ പരീക്ഷയിലൊന്നായിട്ടിക്കടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രയോ വർഷകാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് കൊതിച്ചുകൊണ്ടിരുന്നത് ദ്വാർന്നുകൊണ്ടിരുന്നത് ഒരു കിടാവ് കിട്ടണോ ഒരു മക്കാവണം ചൊല്ലണിക്കത്തെ വലിയൊരു പ്രതീക്ഷ വലിയൊരു ആശയായിട്ടിക്കടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്കോ ആ ആഗ്രഹിച്ച പോലെ ബംഗാറ് പോലത്തെ പെരുസത്തൊരു മോണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലണിക്ക് എത്ര മോണ്ടെ പടച്ച റബ്ബ് കൊടുത്ത. അങ്ങനെ കൊല്ലു വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കോ അതാ ദുൽഹിജ്ജ 8 കിടന്നുറങ്ങി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അതാ കിണാവ് കാണ്ടത് ആ ഒരു പിരുസത്ത് കിടാവിടെ മോണ്ടെ അറുക്കണവും ചൊന്നിട്ടായിട്ടിക്കടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ഈ ഒരു കണ്ട കിണാവ് യാഥാർത്ഥ്യമാ അല്ലമാ ചൊല്ലണിക്കത്തെ ഒരു സംശയം ഉണ്ടായിട്ട് ദുൽഹിജ്ജ അറഫത്തുണ്ടും ഒപ്പാസാ കിണാവ് കണ്ടിട്ടാകുമ്പോഴത്തേക്കോ ഇത് പടച്ച റബ്ബിടെ ഓർഡർ ആയിട്ടിക്കടെ ആജ്ഞയായിട്ടിക്കടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗുന്താവുട്. അപ്പോൾ ആ ഫസ്റ്റ് കിനാവ് കണ്ടത് ദുൽഹിജ്ജ 8 ആയത് കൊണ്ടിട്ട് അണ്ടറുത്തൊരു നാലുക യൗമു തർവിയ ചൊല്ലി എനിക്കത്തെ പേര് ചൊല്ലാർ. അതേപോലെ ഞങ്ങളെ ഹാജിമാർ പരിശുദ്ധമായ ഹജ്ജിക്ക് വേനായിട്ട് അങ്ങ് റെഡി ആവുന്നത് ഒരുങ്ങുന്നത് ഈ ഒരു ദുൽഹിജ്ജ 8 ആയിട്ടിക്കടെ. അതുകൊണ്ടുമായിട്ടിക്കടെ യൗമു തർവിയ ചൊല്ലി എനിക്കത്തെ ഈ ഒരു പേര് ദുൽഹിജ്ജ 8 വറവ് കാണാം. ഞങ്ങളെ ഹാജിമാർ ഇൻ്റെ ഉള്ളത് പരിശുദ്ധമായിട്ടുള്ള അറഫത്തിലായിട്ടിക്കടെ. എത്ര വലിയ സൗഭാഗ്യമല്ലേ, എത്ര വലിയ നസീബല്ലേ. ആ ഒരു ജാഗ പോയിട്ട് എത്തുകല്ലേ എനിക്കത്തെ ആ ഒരു നസീബ് അടച്ചോന്ന് തൗഫീഖ് അങ്ങ് കൊടുത്തല്ലേ. 25 ലാഖ് തോളം ആൾമാർ ഒരേ ഭൂമിയിൽ അതാ ഒരേ ഡ്രസ്സിൽ അതേപോലെ പടച്ച റബ്ബിടെ ആ ഒരു നിരിച്ചിട്ട് ഇബാദത്തിലും ദുആവുലുമായിട്ട് അതാ നിരന്തരമായിട്ട് അങ്ങ് കൂടിയോണ്ടുള്ള എന്തൊരു വലിയ നസീബായിട്ട് കിടല്ലേ. ഒരാളെ ജീവിതത്തിൽ ഒരു ഹജ്ജാക്കുല്ലേ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനാണ്ട് വലിയ നസീബ് ഏതായിട്ട് കിടുള്ളൂ. ലൈസ ലഹാ ജസാഅൻ ഇല്ലൽ ജന്ന. ഹജ്ജ് കുല്ലെനിക്കത്തെ പ്രതിഫല സ്വർഗമല്ലാണ്ട് വേറെന്തുമില്ലാണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കരുത് ഒന്ന് സ്വർഗത്ത് എത്തുണ്ടായിട്ടിക്കട്. ആ സ്വർഗമായിട്ടിക്കട് ഇതാ ഹജ്ജ് ചെയ്ത് എനിക്ക് താൽമാർ കൊടുക്കരുത്. എത്ര വലിയ നസീബായിട്ടിക്കട്. പടച്ചുകൊണ്ട് അതിഥിയാവുക ഗസ്റ്റ് ആയിട്ടിക്കടങ്ങ പടച്ചുറപ്പിടെ അതിഥിമാരായിട്ടിക്കിടാൻ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സാധാരണ ചൊമ്മ വർഷകാലം അയാൾ ഹജ്ജാക്കില്ല. ചില സമയത്തിൽ അയാൾക്ക് ഹജ്ജാക്കുക ആയില്ല. ആ സമയത്തിൽ ഭയങ്കരമായിട്ടുള്ള ബുൾപുട്ടുകൊണ്ടിരുത്ത് അപ്പോൾ കേൾക്കുവാറ് ശിഷ്യന്മാരല്ല നിങ്ങൾ ജീവിതത്തിൽ ഇത്രല്ല ഹജ്ജാക്കിയിട്ട് ഇപ്പം എന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹജ്ജാക്കാണ്ടിക്കുമ്പോൾ ബേജാറാവരുത്. അല്ല പടച്ചുറപ്പിടെ ഒരു അതിഥിയാവുകയില്ല എനിക്കത്തെ ആ ഒരു സൗഭാഗ്യം എന്നൊക്കെ കിട്ടില്ലല്ലേ ചൊല്ലി എനിക്കത്തെ ആ ഒരു ദുഃഖമായിട്ട് ബേജാറായിട്ട് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചൊല്ലിയത് കാണ്ട്. അപ്പോൾ ഹജ്ജയും ചൊല്ലിയത് വലിയൊരു ശ്രേഷ്ഠമായിട്ടുള്ള എനിക്കത്തെ വലിയ റബ്ബ് കൊടുക്കണ എനിക്കത്തെ വലിയൊരു തൗഫീഖായി റബ്ബ് നമുക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആറുകളെല്ലാം അതാ സാമ്പത്തികമായിട്ടുള്ള കഴിവ് ആരോഗ്യം ഉണ്ടാ പോകുള്ള വ്യവസ്ഥ ഉണ്ടാ അങ്ങനത്തെ എല്ലാ ആൾമാർക്കും പരിശുദ്ധമായ ഹജ്ജ് കഡ്ഡായമായിട്ടിക്കടെ. പരിശുദ്ധമായ ഇസ്ലാമിയുടെ 5 പില്ലറുണ്ട്, 5 കാര്യങ്ങളുണ്ട്. അതിൽ 5-മത്തേതായിട്ടിക്കടെ മനിസ്തത്വാഅ ഇലൈഹി സബീല. ഹജ്ജ് ചെയ്യണമെന്ന് ചൊല്ലണിക്കത്തെ കർമ്മ. ഞങ്ങൾ പല ആൾമാർക്കും എല്ലാ വ്യവസ്ഥ ഇന്നേന് കണ്ടെങ്കിലും പക്ഷേ ഹജ്ജ് ചെയ്യില്ല. വലിയ തപ്പായിട്ടിക്കടെ. അയാൾ ഹജ്ജ് എല്ലാ വ്യവസ്ഥ ഇന്നിട്ട് അതൊക്കെ അർഹതപ്പെട്ടാൽ ഹജ്ജ് ചെയ്യാണ്ട് മരിച്ചുപോയെന്ന് കണ്ടെങ്കിൽ അയാൾ ആസ്തി ഓഹരിയാക്കടെ ഓതിയാക്കടേക്കുമെന്നുള്ളതായിട്ട് അയാളെ ബാക്കിയുള്ള ഈ ഹജ്ജിന്റെ സമ്പത്ത് അവിടെ വെക്കുണ്ടായിട്ടിക്കടെ. അതാ പണ്ഡിതന്മാർ ഇമാമിങ് എന്നങ്ങ് പഠിപ്പാടി തന്ന ചെറിയ വിഷയമല്ല. ചില ആൾമാർ നിരിച്ചു പോയത് ഇത് ബയസാമ്പത്തുകായിട്ടിക്കടെ. ഈ ഹജ്ജയും ചൊല്ലിയത് ആക്കുകൊല്ലേണ്ട്. ഏതൊരു ബയസായ ഒരാൾ ഹജ്ജിക്ക് പോയിട്ട് വന്നിട്ടാകുമ്പോഴത്തേക്കോ അയാൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കോ എങ്ങനെയുണ്ട്. അപ്പോൾ അയാൾ ചൊല്ല പോലക്ക നല്ല ആരോഗ്യമിക്കുമ്പോയിട്ടിക്കടെ ഹജ്ജിക്ക് പോണായതുണ്ടായിട്ടിക്കടെ അയാൾ ചൊല്ലത്. അപ്പോൾ വ്യവസ്ഥ ഉല്ലങ്ങണിക്കത്തെ സാമ്പത്തിക ഇപ്പം ബാക്കി എത്ര കാശ് തീർക്കുക. പക്ഷേ ഹജ്ജിന്റെ വിഷയം പറയുമ്പോഴത്തേക്ക് ഒരു മടികാട്ട് എനിക്ക് താൽമാർ തീരെ
അത് വലിയ തപ്പായിട്ടിക്കടെ. അതുകൊണ്ട് ഹജ്ജ് അത് പഠിച്ചോൻ തന്നെ എനിക്കത്തെ വലിയ തൗഫീഖായിട്ടിക്കടെ. എപ്പോഴായിട്ടിക്കടെ ഞങ്ങൾ അവസാനം എന്തിനു ഞങ്ങൾ ഒന്നില്ല. അപ്പോൾ അതുക്ക് വേനായിട്ടുള്ള ഒരു ആഗ്രഹം, അതുക്ക് വേനായിട്ടുള്ള ഒരു തയ്യാറി, അതുക്ക് വേനായിട്ടുള്ള എനിക്കത്തെ ഒരു ദുആ എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് ഇക്കൊണ്ടായിട്ടിക്കടെ. അങ്ങനെ ഒരാൾക്ക് ജീവനത്തിൽ ഹജ്ജ് ചാക്കൂല്ല തൗഫീഖ് കിട്ടിയതിന് കണ്ടെങ്കിൽ അത് പടച്ച റബ്ബ് അയാൾ കൊടുക്കണേ വലിയൊരു തൗഫീഖായിട്ടിക്കടെ, വലിയൊരു നസീബായിട്ടിക്കടെ. അപ്പോൾ ഹജ്ജാക്കുൽ കഴിവുള്ള എനിക്ക് ആൾമാരല്ല അതൊക്കെ റെഡിയാവണുണ്ട് ഈ സമയത്തിൽ നിന്നാണ് നടപ്പാക്കിക്കൊണ്ടുള്ള. അപ്പോൾ ഹാജിമാരെല്ലാം പരിശുദ്ധമായ അറഫത്തിലായിട്ടിക്കടെ ഉള്ളത്. ഇന്ന് നിരന്തരമായിട്ടുള്ള ദുആവുമായിട്ടിക്കടെ ഇബാദത്തിലായിട്ടിക്കടെ അങ്ങ് കഴിച്ചു കൂട്ടത്. എല്ലാവരും ഒറ്റയ്ക്കായിട്ട് ഒരേ ഡ്രസ്സിൽ സുബ്ഹാനല്ലാഹ് പടച്ച റബ്ബിനെ ധരിച്ചിട്ട് അങ്ങ് എല്ലാവരും ഇബാദത്തുള്ള ഇൻ്റെ അവിടെ മഗ്രിബാബത്തുക സൂര്യ അസ്തമിക്കുമ്പോൾ അവിടുത്തെ നേരതാ മുസ്ദലിഫ പോണ്ടാർ, അവിടെ കിടക്കിടാർ, അവിടെ മഗ്രിബും ഇശാവും അങ്ങ് നിസ്കരിക്കിടാർ. അതേപോലെ അവിടെ കൂടിയിട്ട് അവിടുത്തെ സുബിയാമ്പത്തുക മിനത്തുക കല്ലെരിയോഗനായിട്ട് അങ്ങ് പോണ്ടാർ. ഇങ്ങനെ പരിശുദ്ധമായ ഹജ്ജ് അങ്ങ് ആ കൂലിലെനിക്കെത്ത ഒരു തൗഫീഖ് പടച്ച റബ്ബ് ഞങ്ങൾക്കും ആ ഒരു തൗഫീഖ് പടച്ച റബ്ബ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ വേനായിട്ട് ഞങ്ങൾ ആക്കുണായത് ഇതാ പണ്ഡിത പരിശുദ്ധമായ അറഫ നാലായിട്ടിക്കടെ. ഖൈറു ദുആഇ ദുആഇ യൗമി അറഫ. ഞങ്ങൾ ആക്കടെ ദുആയിൽ ഏറ്റവും നല്ല ദുആ ഏതെന്ന് കേട്ടെങ്കിൽ അത് അറഫ നാലാക്കടെ എനിക്കെത്തെ ആ ഒരു ദുആ ആയിട്ടിക്കടെ. പടച്ച റബ്ബ് തൗഫീഖ് തരട്ടെ. അപ്പം നല്ലോണം എന്താക്കുക ഈ ഒരു ഹജ്ജിക്ക് വേനായിട്ടും എന്നങ്ങ് നല്ലോണം ദുആർക്ക. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അൽ ഖുത്ബത്തുൽ വദാ ചൊല്ലി എനിക്കെത്തെ ലോകം അറിയപ്പെട്ട എനിക്കെത്തെ ആ ഒരു സ്പീച്ച്, ആ ഒരു ഭാഷണത്തും സാക്ഷിയായത് ഈ അറഫ രണ്ടായിട്ടിക്കടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനായിട്ടിക്കടെ ചൊന്നത് ലോകത്തുള്ള മുഅ്മിനീങ്ങളെ മനുഷ്യന്മാരെ വിളിച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന എനിക്കെത്ര പലക്ക ഇണ്ടത്തെ നാൽക അറഫ നാൽക എത്ര ബഹുമാനമുണ്ട്, ഇണ്ടത്തെ ജാഗ എത്ര ബഹുമാനമുണ്ട്, ഈ തിങ്ങൾക്ക് എത്ര ബഹുമാനമുണ്ട്. അതേപോലെ ഓരോ മനുഷ്യരെ അതാ ശരീരത്തിൽ ഉൾഗ്രഹണിക്കത്തെ ചോരകം ബഹുമാനമുണ്ട്. അവൻ്റെ മര്യാദയ്ക്ക് അവൻ്റെ ഇസ്സത്തുക്കും വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് ആരെയും നിങ്ങൾ എന്താക്കണ്ട, പരസ്പര ഗലാട്ടാക്കോ പോയിരണ്ട, അടിപിടിയാക്കോ പോയിരണ്ട, അടിക്കോ പോയിരണ്ട. അതേപോലെ ഒരുത്തരെ ഇസ്സത്ത് പോലും നഷ്ടപ്പെടുത്തുക എനിക്കത്തെ മര്യാദ എടുക്കുക പോലത്തെ എനിക്കത്തെ ഒരു അവസ്ഥ നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുക തീര. എൻ്റെ തങ്ങൾ നോക്കിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ വിഷയം തപ്പ് നടക്കുമ്പോഴത്തേക്കും അതിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ടിട്ട് ഇത്ര നാർപാട്ട് എനിക്കത്തെ AC ആക്കിയ എനിക്കത്തെ അവൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുക എനിക്കത്ര അവസ്ഥയായിട്ടിക്കടെ. എൻ്റെ കണ്ടോട് ചെറിയ വിഷയമല്ല അത്. അല്ലെ എന്തെങ്കിലും നിങ്ങളുടെ തപ്പ് കാണുമ്പോഴത്തേക്കോ അത് മുച്ചി വെക്കണോ അതാ പടച്ചിറപ്പ് അവൻ്റെ ന്യൂനത്തെ മുച്ചി വെക്കൊണ്ടായിട്ടിക്കടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്നത്. പക്ഷേ ഇതിൻ്റെ അതൊക്കെ നേരെ വിരുദ്ധമായിട്ടിക്കടെ നടക്കരുത്. ചെറിയ തപ്പാക്കുമ്പോഴത്തേക്കോ അത് ഇത് സോഷ്യൽ മീഡിയത്തിലല്ല എങ്ങനെയല്ല ഇട്ടിട്ട് അതിനെ നാറുപാട്ടതായിട്ടിക്കടെ യാറത്തിൽ കാണുന്നത്. ആ കുടുംബത്തുക പോലും ജീവിക്കുകയില്ല എനിക്കത്തെ ആ ഒരു മനസ്ഥിതി പോലും നഷ്ടപ്പെട്ട എനിക്കെത്ര അവസ്ഥയായിട്ടിക്കടെ ഞങ്ങൾ എത്തുപാട്ടത്. അങ്ങനെ ഞങ്ങൾ ആക്കിടാണ്ട് കണ്ടെങ്കിൽ അതിരാണ്ട് വലിയ നമ്പല അതിരാണ്ട് പേരത്തുള്ള ആ ഒരു നാണക്കേട് അങ്ങനെ മര്യാദ പോയിട്ടല്ലാണ്ട് ഞങ്ങൾ ആ ഒരു മരണം ഉണ്ടാവലാണ്ട് ഞങ്ങൾ അർത്ഥാക്കുന്നത് കൊണ്ട് ജാഗ്രതാക്കുണായ വിഷയമായിട്ടിക്കടെ. അതേപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു നിങ്ങളെ വലിയ തറവാട് നോക്കിയിട്ട് ആസ്തി നോക്കിയിട്ട് സമ്പത്ത് നോക്കിയിട്ട് നിങ്ങൾ പാവപ്പെട്ടവണോ വലിയ തറവാടുകാര അങ്ങനത്തെ ഒരു വ്യത്യാസം ഞങ്ങളുടെ മധ്യത്തിലില്ല. അവൻ അറബിയ അനറബിയെ ചൊല്ലി എനിക്കത്തെ വ്യത്യാസമില്ല. കൂടെ ഓരോ വ്യത്യാസമുള്ളത് അവൻ്റെ തഖ്വയുടെ ഈമാൻ്റെ മേലായിട്ട് കിടേണ്ട മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അണ്ടത്തെ സ്പീച്ചിലുണ്ട്. അതേപോലെ നിങ്ങളെ പെഞ്ഞായി മാറുക അങ്ങ് നല്ല ഇസ്സത്ത് നിങ്ങൾ കൊടുക്കലോ അങ്ങനെ നിങ്ങൾ കിറുഫ കാട്ടുറോ അങ്കും അങ്ങനെ ഒരു അമാനത്തായിട്ട് പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നതായിട്ട് കിട. അതുകൊണ്ട് ആ അമാനത്തിൽ നിങ്ങൾ സൂക്ഷിക്കാറുണ്ടല്ല ആ ലോകം അറിയപ്പെട്ട് എനിക്കത്തെ ആ ഒരു സ്പീച്ചിക്ക് സാക്ഷിയായതും ഈ പരിശുദ്ധമായ അറഫ നാലായിട്ട് കിട. അപ്പോൾ അത് ആ സന്ദേശമെല്ലാം ഞങ്ങളായിട്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത്. അപ്പോൾ അതെല്ലാം മുറുകെ പിടിച്ചിട്ട് നിങ്ങൾ ജീവിക്കണം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അറഫ നാല് മഹത്വ അറഫ നാല് ചൊല്ലനായ ദിക്റങ്ങ ഓതനായ സൂറത്തുകളെല്ലാം നിങ്ങൾ ചൊന്നതായിട്ട് കിട. ഇൻ്റെ നാ നിങ്ങളൊട്ടിക്ക് ചൊല്ലത് ഈ ഒരു സൂറത്ത് ഏതെന്ന് കേട്ടെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്. പടച്ചുറബ് ചൊമ്മ ഇഷ്ടമുള്ള എനിക്കത്തെ ഒരു സൂറത്തായിട്ട് കിട സൂറത്തുൽ ഇഖ്ലാസ് ചൊല്ലത്. ഒരു 3 വട്ട ഓതിയതിൻ്റെ കണ്ടെങ്കിൽ ഇടീ പരിശുദ്ധമായ ഖുർആൻ ഓതിയ ഖത്മ തീർത്ത എനിക്കത്തെ പ്രതിഫലമായിട്ട് കിട പടച്ചുറബ് തണ്ടത്. അല്ലെ ഒരു നാല് ഒരു സ്വഹാബിയുടെ കംപ്ലൈൻറ്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടപണ്ട്. അതായത് ആ സ്വഹാബി എങ്ങനെയാണെങ്കിൽ നിസ്കാരത്തുക്ക് സാധാരണ ഫാത്തിഹ ഓതിട്ട് സാധാരണ സൂറത്തുള്ള ഓതിയൽ പിന്നെ എക്സ്ട്രാ ഒരു ഖുൽ ഹുവല്ലാഹു സൂറത്തുൽ ഇഖ്ലാസ് ഓതിയോണ്ടിട്ട്. അപ്പോൾ അയാളുടെ വിഷയത്തിൽ കംപ്ലൈൻറ്റ് വന്നിട്ടാകുമ്പോൾ അയാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കടെ എന്തൊക്കെയായിട്ട് നിങ്ങൾ എക്സ്ട്രാ സൂറത്തുൽ ഇഖ്ലാസ് ഓതരുത്. അപ്പോൾ അയാൾ ചൊല്ലുന്നൊക്കെ ആ ഒരു സൂറത്ത് വലിയ ഇഷ്ടമായിട്ട് വലിയ പിർസമായിട്ട്. അപ്പോൾ
മുത്തനബി തങ്ങ ചൊന്ത ആ ഒരു സൂറത്തുൽ ഇഖ്ലാസിനെ പിരിച്ച വെച്ച് കാണാൻ കൊണ്ടിട്ട് അത് നിങ്ങളെ സ്വർഗത്തിൽ എത്തുപാട്ടുണ്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയതായിട്ട്. അപ്പോൾ പരിശുദ്ധമായ അറഫ നാല് ഈ ഒരു ചെറിയ സൂറത്ത് അതൊരു 1000 വട്ട ഓത അത് സാധ്യമാവില്ലാണ്ട് കണ്ടെങ്കിൽ ഒരു 100 വട്ടെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് എന്നങ്ങ ഓതിയൻ്റെ കണ്ടെങ്കിൽ ഊത്തിയ മാസ അല അവൻ എന്തൊക്കെ കേട്ടെങ്കിലും പടച്ച റബ്ബ് കൊടുക്കുടാണ്ടായിട്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയത്. അതുകൊണ്ട് ഒരു 100 വട്ട 1000 വട്ട ഓതുക ആവണമെങ്കിൽ അത് വലിയ സൗഭാഗ്യമായിട്ട് അതല്ലെങ്കിൽ ഒരു 100 വട്ടെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് പടച്ച റബ്ബുടെ ഞങ്ങൾ ഓതിട്ട് അതാ പടച്ച റബ്ബുടയിൽ ഞങ്ങൾ ദ്വാർന്നാടുകയുണ്ടെങ്കിൽ ഞങ്ങളെ മനസ്സുള്ള ബേജാർ ഞങ്ങളെ മനസ്സുള്ള ദുഃഖത്തുക ടെൻഷനുക എല്ലാത്തും പരിഹാരമാവടോ. അതേപോലെ ഇന്നൊരു ദിക്റായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ചൊല്ലറോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിന്റെ പ്രത്യേകത എന്തിനായിട്ടെങ്കിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാടിയത് നാണും നന്റെ കഴിഞ്ഞു പോയ ഗണിക്കത്തെ എല്ലാ നബിമാരും ചൊന്ന് ഗണിക്കത്തെ ഒരു ദിക്റായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിക്ർ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പല കഥായിട്ട്. അപ്പോൾ ഈ ഒരു ദിക്ർ ഞങ്ങൾ എന്താക്കാം ഈ ഒരു അറഫ നാൾ ഞങ്ങൾ യാറെ ചൊല്ലുണ്ടായിട്ട് ഈ തോലാൻ ചൊന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു കടലിൽ അടിച്ചു കൊണ്ട് ഗണിക്കത്തെ നൊരയിക്കിടല്ലേ ആ നൊരയുടെ എത്ര തപ്പാക്കിയിട്ട് ഇന്നേനെ കണ്ടെങ്കിലും എല്ലാം പടച്ചറബ് പുറത്തു കൊടുക്കുക കാണമാവിടെ എനിക്കെത്തൊരു ദിക്റായിട്ട്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസും അതേപോലെ ഈ ഒരു ചൊല്ലി എനിക്കെത്ത ദിക്ർ ഇത് രണ്ട് ഞങ്ങൾ മിസ്സാക്കോ തീറ. ഇത് ശ്രേഷ്ഠമായൊരു വിഷയമായിട്ട് ഇത് ഞങ്ങൾ ചൊന്നിട്ട് പടച്ചറബിടയിൽ എന്തൊരു ദ്വാർന്നേന് കണ്ടെങ്കിലും അതിക്ക് ഉത്തരവുണ്ടോട്ടായിട്ട് പടച്ചറബ് തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ അറഫയുടെ നോമ്പ് അത് വലിയ ശ്രേഷ്ഠമായിട്ടുള്ള എനിക്കെത്ത നോമ്പായിട്ട് ഞങ്ങളെ മെൻസസ് ആയിട്ടുള്ള എനിക്കെത്ത ഉമ്മമാർ അങ്ങ് ചിലപ്പോൾ നോമ്പിടിക്കോ ആയില്ലാണ്ട് കണ്ടെങ്കിൽ ആ ചൊല്ലുനായ ദിക്റെല്ലാം ചൊന്നിട്ടു അത് ആ പടച്ചറബിടയിൽ ദ്വാർക്കറാണ് കണ്ടെങ്കിൽ അത് പടച്ചറബ് ആ ദ്വാ കബൂലാക്കട മാത്രമല്ല അണ്ടത്ത് നാല് എല്ലാ പ്രതിഫലവും അങ്കും കൂടിയായിട്ട് കിട്ടത്. അപ്പോൾ ഈ വിഷയമെല്ലാം പ്രത്യേകമായിട്ട് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമായ എനിക്കത്തെ കാര്യമായിട്ട് പടച്ചറബ് അറഫ നാല് ബഹുമാനിക്കുകയും ചൊമ്മ ഇബാദത്തെടുക്കൂല്ലേ വലിയൊരു തൗഫീഖ് പടച്ചറബ് നിങ്ങൾക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ഞങ്ങളെ ഉംറ യാത്ര ഉംറ ബാച്ച് തുടങ്ങുന്നത് നാളെ ജൂൺ 28 താരീഖായിട്ട് എല്ലാ തിങ്കളും ഞങ്ങളെ ഉംറ പാക്കേജ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഞങ്ങളൊട്ടിಗೆ ബണ്ടാണെന്നുണ്ടെങ്കിൽ മക്ക മദീനത്തുള്ളിലേക്ക് എല്ലാ പ്ലേസിಗೆ വിളിച്ചു പോയിട്ട് എല്ലാ ചരിത്രം ചൊന്നിട്ടും മദീനത്തിൽ എക്സ്ട്രാ ഒരു 30 ജാഗത്തോലെ വിളിച്ചു പോയിട്ട് എല്ലാ ഹിസ്റ്ററി ചൊന്നിട്ടുള്ള യാത്രയായിട്ട് പോയാൽ പിന്നെ ഒരു എക്സ്ട്രാ പൈസ എടുക്കണം ഇങ്ങനത്തെ യാതൊരു വിഷയം ഞങ്ങളില്ല. അപ്പോൾ നിങ്ങൾ ബണ്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പർ നിങ്ങൾ കോൺടാക്ട് ആവും. പടച്ചറബ് നിങ്ങൾക്ക് ഹജ്ജും ഉംറയും മദീന സിയാറത്താക്ക് അല്ലാഹു തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.